ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം തകരാറിലാക്കിയതിന് ആന്ധ്രാപ്രദേശിൽ സ്ഥാനാർത്ഥി അറസ്റ്റിൽ. യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുന്നില്ലെന്ന് ആരോപിച്ചാണ് ജനസേന സ്ഥാനാർത്ഥി മധുസൂദനൻ ഗുപ്ത അറസ്റ്റിലായത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മനീഷ് മൂർത്തി ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ഈ അറസ്റ്റിലേക്ക് നയിച്ചത്? വിവരങ്ങൾ എന്താണ്? നൈനു, അല്പസമയം മുമ്പാണ് സംഭവം. അതായത് അനന്തപൂർ ജില്ലയിലെ ഒരു ബൂത്തിൽ, അതായത് ജനസേന സ്ഥാനാർത്ഥി മധുസൂദനൻ ഗുപ്ത MLA സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വോട്ട് ചെയ്യാനെത്തുകയും അവിടെ MLA-മാരുടെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ കൃത്യമായി EVM-ൽ പതിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, തെളിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വോട്ടിംഗ് മെഷീൻ തകർക്കുകയുമാണ് ഉണ്ടായത്. കൃത്യമായും അത് താഴെ എറിഞ്ഞ് തകർക്കുക തന്നെയാണ് ഉണ്ടായത് സ്ഥാനാർത്ഥി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബൂത്തിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ആ ബൂത്തിൽ പോളിംഗ് നടത്താൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. പകരം EVM കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഇനി അവിടെ പോളിംഗ് തുടരാൻ സാധിക്കൂ. ഏതായാലും സ്ഥാനാർത്ഥിയെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അല്പസമയം മുമ്പാണ് സംഭവം. ജനസേനയുടെ സ്ഥാനാർത്ഥി മധുസൂദനൻ ഗുപ്തയാണ് അറസ്റ്റിലായിട്ടുള്ളത്. മറ്റൊന്ന്, 1800 പോളിംഗ് ബൂത്തുകളിൽ ഇനിയും പോളിംഗ് ആരംഭിച്ചിട്ടില്ല ആന്ധ്രാപ്രദേശിൽ. പ്രധാനപ്പെട്ട കാരണം അവിടെയെല്ലാം തന്നെ EVM തകരാറിലാണ് എന്നുള്ളതാണ്. സാങ്കേതിക പ്രശ്നങ്ങളാണ് പറയുന്നത്. രാവിലെ 5:30 മണിക്ക് മോക്ക് പോളിംഗ് നടത്തേണ്ട സമയം മുതൽ തന്നെ ഈ EVM-കളെല്ലാം തന്നെ തകരാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 1800 ബൂത്തുകളിൽ ഇനിയും പോളിംഗ് ആരംഭിച്ചിട്ടില്ല. അത് തകരാറുകൾ പരിഹരിച്ചതിന് ശേഷം കൂടുതൽ സമയം നൽകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം 1800 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ സംഖ്യയല്ല, വലിയ സംഖ്യ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം ബൂത്തുകളിലെല്ലാം തന്നെ കൂടുതൽ സമയം നൽകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ് തീരുമാനിച്ചിട്ടുള്ളത്, സമയം നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, രാവിലെ തന്നെ എല്ലാ മേഖലകളിലും രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് പോളിംഗ് ബൂത്തുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 1800 പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിലും വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോഴും നിൽക്കുന്നു. കാരണം അവർക്ക് വോട്ടിങ്ങിന് സാധ്യത ഇനിയും സാഹചര്യം ആയിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് EVM-കൾ എത്തിച്ച് 1800 ബൂത്തുകളിലേക്കും EVM-കൾ എത്തിക്കാനുള്ള ഒരു സാങ്കേതിക പ്രശ്നം കൂടി അവിടെയുണ്ട്. അതുകൊണ്ട് അത്രയും ബൂത്തുകളിൽ ഇപ്പോൾ പോളിംഗ് നിലച്ച ഒരു സാഹചര്യമാണ്. പോളിംഗ് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പുറമെയാണ് ഇപ്പോൾ അനന്തപൂർ ജില്ലയിലെ ഈ ഒരു പ്രശ്നം കൂടി. പോളിംഗ് ബൂത്തിൽ സ്ഥാനാർത്ഥി തന്നെ നേരിട്ടെത്തി ചിത്രങ്ങൾ പതിയുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് EVM തകർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ ആന്ധ്രയിൽ വിഷയങ്ങളുണ്ട്. ഏതായാലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയെ പോലും അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുള്ളത്. സമാധാനപരമായ അന്തരീക്ഷത്തിൽ പോളിംഗ് പുരോഗമിക്കണം എന്നുള്ളത് നിർബന്ധമാണ് പോലീസിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ എല്ലായിടങ്ങളിലും അവിടെ ഒരുക്കിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളുണ്ട്. 520 ബൂത്തുകളിൽ മാവോയിസ്റ്റ് ഭീഷണിയുണ്ട്. അവിടെ സാധ്യതധാരികളായ സൈനിക വിഭാഗങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകളെ നിയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 1800 ബൂത്തുകളിൽ ഇനിയും പോളിംഗ് ആരംഭിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾ എല്ലാ ബൂത്തുകൾക്ക് മുമ്പിലുമുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉച്ചയ്ക്ക് ശേഷം, അതായത് രാവിലെ ഒരു 10 മണി കഴിഞ്ഞാൽ 11 മണി ആകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ചൂട് ആന്ധ്രയിൽ അനുഭവപ്പെടുന്നുണ്ട്. 41 ഡിഗ്രിക്ക് മുകളിലാണ് ആന്ധ്രാപ്രദേശിലെ ചൂട് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മുൻപായി വോട്ട് ചെയ്ത് വീടുകളിൽ എത്തുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. എന്നാൽ പലയിടങ്ങളിലും 1800 ബൂത്തുകളിൽ ഇത് നടപ്പിലായിട്ടില്ല. അത് നടത്താനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. ഇത്രയും ബൂത്തുകളിൽ ഇപ്പോൾ ഇനിയും പോളിംഗ് ഇപ്പോൾ ആരംഭിച്ച് 2.5 മണിക്കൂർ പിന്നിടുന്നു. വോട്ടിംഗ് ആരംഭിച്ച് 2.5 മണിക്കൂർ പിന്നിടുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം തകരാറിലാക്കിയത് ആന്ധ്രാപ്രദേശിൽ ഒരു സ്ഥാനാർത്ഥി അറസ്റ്റിലായിരിക്കുന്നു. നിരവധി പോളിംഗ് ബൂത്തുകളിൽ EVM തകരാറിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോളിംഗ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് പരിഹരിക്കാനുള്ള നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് മനീഷ് മൂർത്തി നൽകിയത്.